ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഫിഷ് മോളിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ നെയ്മീനൊക്കെ കൊണ്ടല്ലേ ഫിഷ് മോളി ഉണ്ടാക്കാറ്. ഇത് ചെറിയ മീൻ കൊണ്ടാണ് കേട്ടോ. നെയ്മീൻ്റെ തന്നെ ചെറിയ മീൻ കൊണ്ടാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ചൂര, നെയ്മീൻ, ആവോലി, കണമ്പ് തുടങ്ങിയ മീൻ കൊണ്ടാണ് ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മളിവിടെ നെയ്മീൻ്റെ കുഞ്ഞുണ്ടല്ലോ, ചെറുത്, വരിമീൻ എന്നൊക്കെ പറയും ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഫിഷ് മോളി ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഫിഷ് മോളിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കിലോ ചെറിയ മീൻ എടുത്തിട്ടുണ്ട്. വരിമീൻ അഥവാ നെയ്മീൻ്റെ കുഞ്ഞാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി അരഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് മീനിലൊന്ന് പിടിപ്പിച്ച് വയ്ക്കാം. അരപ്പെല്ലാം മീനിൽ പിടിക്കാനായിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കങ്ങനെ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് നിരത്തി കൊടുക്കാം. മീൻ നമ്മൾ സാധാരണ വറുക്കുന്നത് പോലെ ഒരുപാട് അങ്ങ് മൊരിച്ചെടുക്കേണ്ട കാര്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. 2 സൈഡും ഒന്ന് വാട്ടിയെടുക്കുക, അത്രയേ വേണ്ടൂ. അപ്പം ഞാൻ മീനെല്ലാം ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനടുത്ത് ഒരു സൈഡൊന്ന് റെഡിയായി വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് മതി കേട്ടോ, ഒരുപാട് സമയം നമുക്ക് ഇട്ടേക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇത് മതി. ഈ പരുവത്തിൽ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത വശവും ഇതുപോലെ തന്നെ നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. അത് ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ എടുത്ത മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടില്ല, പകുതിയേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം മീനെല്ലാം നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ഇരുവശവും ഒന്ന് വാട്ടി നമുക്ക് എടുക്കാം. മീനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഇനി നമുക്കിത് തയ്യാറാക്കാനുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ മീൻ വറുത്ത എണ്ണയുണ്ടല്ലോ, അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടി വരണം. പൊട്ടി വരുന്ന സമയത്ത് ഞാനൊരു 3 സവാള നേർമയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാളയൊന്നും നല്ലതുപോലെ വഴണ്ട് കിട്ടണം, വഴന്ന് വരട്ടെ. ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ അതുകൊണ്ടാണ് 3 സവാള ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കറിക്കകത്ത് അധികം അരപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് സവാള കൂടുതലായിട്ട് ചേർത്താൽ നല്ലതാണ് കേട്ടോ. കൊച്ചുള്ളി വേണമെങ്കിലും ചേർക്കാം. കൊച്ചുള്ളി ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഞാനിതിലേക്ക് ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ ഇടണമെന്നില്ല, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതി. പക്ഷേ ഞാനിവിടെ പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കും. ഞാൻ ഇവിടെ ഒരു 8 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒന്നിടുക കീറിയിട്ട്. ഇതിനകത്ത് നമ്മൾ മുളക് മല്ലിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് പച്ചമുളക് കൂടുതൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വാടി വരട്ടെ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ മീൻ ഉപ്പ് പുരട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഒരു മുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിരുന്നു. 1-ാം പാൽ 2-ാം പാൽ മാറ്റി വെച്ചിരുന്നത്. അത് 2-ാം പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം.
അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഒരു 4-5 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് കുറച്ച് തിളയ്ക്കണം. ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളി അല്പം കുറവായിട്ട് തോന്നി. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇത് തിളച്ച് വരുന്ന സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീൻ പൊടിഞ്ഞു പോകാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ കറി ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? 1-ാം പാലുണ്ടല്ലോ, ആ 1-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം 1-ാം പാൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കറി ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ചെറിയൊരു തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. കറി കണ്ടാലറിയാമല്ലോ അടിപൊളി കറിയാണെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിരുന്നു കേട്ടോ. എന്താ ടേസ്റ്റ് എന്നറിയാമോ? ചെറുതായിട്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഫിഷ് മോളി കറിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.